ഞങ്ങൾ നന്ദി അറിയിക്കുന്നതാണ്. We are much thankful to the Kerala people for having us given a thumping victory in the Legislative Assembly election. This is a repetition of what has happened in the local body. This is a clear verdict against the LDF for their anti-people activities and policies taken. We are very much thankful for the Kerala public and Kerala voters. Thank you very much. നടത്തി കേരള ജനതയ്ക്ക് നന്ദി പറയുന്നു. ഇടത് സർക്കാരിനെതിരെയുള്ള വ്യക്തമായ ജനവികാരം എന്ന് മാത്രം പറഞ്ഞ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ്. ഒരു കേഡർ പാർട്ടി സംവിധാനത്തെ പോലെ CPM-ന്റെ സംവിധാനത്തെ പോലെ KPCC-യുടെ അധ്യക്ഷൻ മാത്രം ഇത്രമേൽ വലിയ ജയം, അതായത് മൃഗീയ ഭൂരിപക്ഷത്തിലേക്കാണ് ഇപ്പോൾ UDF കടക്കുന്നത്. പക്ഷേ അവിടെ KC വേണുഗോപാൽ പ്രതികരിച്ചില്ല, VD സതീശൻ പ്രതികരിച്ചിട്ടില്ല, രമേശ് ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല. KPCC അധ്യക്ഷൻ മാത്രം ചുരുങ്ങിയ വാക്കുകളിൽ ഈ വിജയത്തെക്കുറിച്ച് പ്രതികരിച്ചു മടങ്ങുന്നു എന്നതാണ്. എന്തായാലും എൽദോ അങ്ങനെ വലിയ പൊട്ടിത്തെറി തുടക്കത്തിൽ കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു മൈക്കുകൾക്ക് മുന്നിൽ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. ക്യാമറകൾക്ക് മുന്നിൽ ഇടിച്ചുകുത്തി മുന്നിൽ വരുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഈ മടുക്കൂല്ലെങ്കിലും പക്വതയോടെ നേരിടാൻ കോൺഗ്രസിന് സാധിച്ചിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചർച്ചകളടക്കം കേരളത്തിൽ സജീവമാവുകയും ഈ ഒരു തെരഞ്ഞെടുപ്പ് തെറ്റായി പോയോ എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കേണ്ടതായി വരുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ എങ്കിലും വിലയിരുത്തുകയും ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഐക്യത്തോടുകൂടി തന്നെ വളരെ കൃത്യമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റം, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മുന്നേറ്റം, അനു ജേക്കബ് വിഭാഗത്തിന്റെ മുന്നേറ്റം, അതോടൊപ്പം തന്നെ ലീഗിന്റെ മുന്നേറ്റം, അങ്ങനെ ടീം UDF എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം തൂത്തുവാരുന്ന തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് UDF കടക്കുന്നു. 98 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. LDF 39ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. NDA 2 മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതേഴ്സ് എന്ന കോളത്തിലുള്ളത് അമ്പലപ്പുഴയിൽ നിന്നുള്ള G സുധാകരന്റെ മുന്നേറ്റമാണ്. അങ്ങനെ കണക്കാക്കുമ്പോൾ UDF 99 എന്ന് തന്നെ നമുക്ക് സാങ്കേതികമായി പറയാം. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും ഇപ്പോഴും LDF 179 വോട്ടുകൾക്ക് മുന്നിൽ വളരെ ഇഞ്ചോടിഞ്ച് ഭൂരിപക്ഷം കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന സാഹചര്യം. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമാണ് മത്സരം നടക്കുന്നത്. കഴക്കൂട്ടത്ത് ഇപ്പോൾ LDF 179 വോട്ടുകൾക്ക് മുന്നിൽ. ആകെ വോട്ടുകൾ 42,947 ആണ്. LDF അതിൽ 32,947 വോട്ടുകൾ നേടുന്നു. ആകെ BJP-യുടെ വോട്ട് ഒരുപക്ഷെ കഴക്കൂട്ടം അപ്രതീക്ഷിതമാകുന്ന ഒരു മുന്നേറ്റം BJP നടത്താം. വി മുരളീധരനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ എതിരാളി വരുമ്പോൾ ചിലരെങ്കിലും കഴക്കൂട്ടത്തായിരിക്കും BJP-ക്ക് വിജയം പ്രവചിച്ചത് എന്നതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് നില BJP-യുമായുള്ള വോട്ട് വ്യത്യാസമെങ്കിൽ അത് അങ്ങേയറ്റം നിർണായകമാകുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അഭിലാഷ്, ഒരൊറ്റ അപ്ഡേറ്റ്. EP ജയരാജന്റെ മകന്റെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട്. EP ജയരാജന്റെ മകന്റെ FB പോസ്റ്റിൽ എല്ലാം നല്ലതിന് ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതിയെന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങൾ വേറെ തലവിധി കുറിച്ചു. തുടങ്ങി CPM-ൽ തുടങ്ങി. EP ജയരാജന്റെ മകന്റെ പോസ്റ്റ് ബിജോയ് കുമാറിന്റെ പോസ്റ്റാണ്. EP ബിജോയ് കുമാറിന്റെ പോസ്റ്റാണ്. എല്ലാം നല്ലതിന് ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതിയെന്ന് ചിന്തിച്ചപ്പോൾ ജനങ്ങൾ വേറെ തലവിധി കുറിച്ചു. അല്ല രഞ്ജിത്ത് പാർട്ടി സംവിധാനത്തെ കുറിച്ച് രഞ്ജിത്തിന് അറിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇവിടെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ പ്രതികരണത്തിനൊന്നും പ്രസക്തിയൊന്നുമില്ല. അതൊക്കെ വ്യക്തിപരമായി മാത്രമേ CPIM കാണുകയുള്ളൂ. CPM-ന്റെ മെമ്പർമാരോ നേതാക്കളോ പ്രതികരിച്ചാൽ മാത്രമാണ് അതൊരു കലഹമായോ പൊട്ടിത്തെറിയായോ വിലയിരുത്തേണ്ടതുള്ളൂ. രഞ്ജിത്ത്, അതെ, അതാണ്. എന്തായാലും തല്ലു തുടങ്ങി, അടി തുടങ്ങി. കൊത്തളമായ കണ്ണൂരിൽ പോലും കാര്യങ്ങൾ കൈവിട്ടപ്പോ ഈ ജയരാജന്മാരെയൊക്കെ മാറ്റി നിർത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു CPM-ന്. പിണറായിയുടെ അപ്രമാദിത്യം, ഈ ഗോവിന്ദൻ മാസ്റ്ററും പിണറായിയുടെ അങ്ങോട്ട് ഭരിച്ചപ്പോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ജയരാജന്മാർ നേരത്തെ അറിഞ്ഞിരുന്നു. പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പിണറായി ഏകാധിപതിയായി ചിത്രീകരിച്ചത്, ഫ്ലെക്സുകളിൽ പിണറായി മാത്രമായത്, പിണറായിയെ മുൻനിർത്തി ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടതാകും ഒരു തിരിച്ചടി ഉണ്ടായാൽ അതിന് കാരണമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പിണറായിയുടെ മുഖം മാത്രമാണ് ഫ്ലെക്സുകളിൽ നിറഞ്ഞത്. പിണറായി ധർമ്മടത്ത് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എല്ലാം നല്ലതെന്ന് ചിന്തിക്കുന്ന കുറെ കമ്മ്യൂണിസ്റ്റ് നല്ല CPM-കാരുണ്ട്. രഞ്ജിത്ത്, പയ്യന്നൂരിൽ V ഉണ്ണികൃഷ്ണൻ 5,459
ലീഡ്. 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 5459 വോട്ടുകളുടെ ലീഡ് എടുക്കുന്നു കുഞ്ഞികൃഷ്ണൻ. തൃക്കാക്കരയിൽ ഉമാ തോമസിന്റെ ലീഡ് 22,000-ലേക്ക് എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരുപക്ഷെ യുവ തുർക്കികൾ, യുവ നേതാക്കളുടെ ഒരു മത്സരം ഭൂരിപക്ഷത്തിന് വേണ്ടിയുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് രഞ്ജിത്ത്. കാരണം അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഇത്തവണ വീണ്ടും അദ്ദേഹത്തിന്റെ മകൻ സംരക്ഷിക്കുന്നത് 20,000-ന് മുകളിലേക്ക് ഇപ്പോൾ തന്നെ ലീഡ് എത്തുന്നു എന്നതാണ്. അത്രയധികം വോട്ട് നേടിക്കൊണ്ടാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ മുന്നിട്ട് നിൽക്കുന്നത്. അനൂപ് ജേക്കബ് പിറവത്ത് 22,000-ഓളം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാത്യു കുഴനാടനും അങ്ങനെ 20,000-ന് മുകളിലേക്ക് എന്ന നിലയിലേക്കാണ്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ യുവമുഖങ്ങളും UDFന്റെ യുവമുഖങ്ങളും ഒക്കെ വലിയ കരുത്ത് കാണിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. ഒരുപക്ഷെ പയ്യന്നൂർ പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കുന്നു തളിപ്പറമ്പ് കൂടി. തളിപ്പറമ്പിൽ PK ശ്യാമള പിന്നിൽ നിൽക്കുന്നത് 6,361 വോട്ടിനാണ്. 6,361 വോട്ടുകൾ. അതാണ് ജയരാജന്റെ മകൻ പറഞ്ഞത് എന്നതാണ്. അതാണ് രഞ്ജിത്ത് അല്പസമയം മുമ്പ് സൂചിപ്പിക്കുകയും ചെയ്ത്. MV ഗോവിന്ദന്റെ ഭാര്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ഇതേ വനിത തന്നെ ചില വിമർശനങ്ങൾ അല്ലാതെയും നേരിട്ടതാണ്. പ്രത്യേകിച്ച് വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കരുത് എന്ന് പാർട്ടിക്കകത്ത് അഭിപ്രായം ഉണ്ടായപ്പോൾ അത് നേതൃത്വമെടുത്ത തീരുമാനമായിരുന്നു എന്നതാണ്. ആ തീരുമാനങ്ങൾ പിഴയ്ക്കുന്നു എന്നതാണ് നമ്മൾ പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. 15,000 കടന്നിരിക്കുന്നു AK ലീഡ്. 3 തവണ K സുരേന്ദ്രൻ സാധ്യതകൾ NDAക്ക് നൽകിയ മണ്ഡലമാണ്. 3 തവണ തോറ്റ സുരേന്ദ്രനെ ഇത്തവണ മത്സരിക്കുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും BJP പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. പിണറായി വിജയൻ ലീഡ് ചെയ്യണം 1,536 വോട്ടുകൾക്ക്. 1,536 വോട്ടുകൾക്ക് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. 7ാമത്തെ റൗണ്ട് പൂർത്തിയായപ്പോൾ പിണറായി വിജയന്റെ ലീഡ് 1,536 വോട്ടുകൾക്ക്. അങ്ങനെ കേരളത്തിലെ മുഴുവൻ CPM-കാർക്കും ആശ്വാസമായി പിണറായി 7ാം റൗണ്ടിൽ ലീഡിലെത്തിയിരിക്കുന്നു. പിണറായി 6 റൗണ്ടിന് പുറകിലായിരുന്നു. ഇപ്പോൾ 7ാം റൗണ്ടിൽ 1,736 വോട്ടുകൾക്ക് പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് തിരിച്ചു പിടിക്കുന്നു. അബ്ദുൾ റഷീദ് പറഞ്ഞ പോലെ താൻ 6 റൗണ്ടിലെങ്കിലും മുന്നിൽ നിന്നല്ലോ, അത് തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് എന്ന് പറഞ്ഞ പശ്ചാത്തലമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പോളിംഗ് കൗണ്ടിംഗ് ആരംഭിച്ച ശേഷം ആദ്യമായി ലീഡിലേക്ക് വരുന്നു. പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു 1,736 വോട്ടുകൾക്ക്. 6 റൗണ്ടുകൾക്ക് ശേഷമാണ് കേരളത്തിന്റെ ക്യാപ്റ്റന് മുന്നിൽ എന്ന ലേബലിലേക്ക് അല്ലെങ്കിൽ ലീഡ് എന്ന നിലയിലേക്ക്, ആ പട്ടികയിലേക്ക് എത്താൻ സാധിച്ചുള്ളൂ. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇനി വോട്ടുകൾ എണ്ണേണ്ടത് ഇടതു കോട്ടകളിൽ തന്നെയാണ്. അതാണ് അബ്ദുൾ റഷീദ് പറഞ്ഞത്. അവിടെ പോളിംഗ് സ്റ്റേഷനിൽ പോലും ബൂത്ത് ഏജന്റുമാരെ ഇരുത്താൻ പോലും പറ്റാത്ത അത്രമേൽ വലിയ പാർട്ടി കേന്ദ്രങ്ങളിൽ ആണ് ഇനി വോട്ടെണ്ണേണ്ടത്. അവിടെ താൻ പിന്നോട്ട് പോയേക്കാം. പക്ഷേ ജനാധിപത്യം പുലർന്നിരുന്ന ഇടങ്ങളിൽ, ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്ന ഇടങ്ങളിൽ, തനിക്ക് വോട്ട് ചോദിക്കാൻ പറ്റിയ ഇടങ്ങളിൽ തനിക്ക് തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തത് എന്നതായിരുന്നു അബ്ദുൾ റഷീദിന്റെ പ്രതികരണം. ഇനി രഞ്ജിത്ത്, ഈ ഒരു മുന്നേറ്റം, അതായത് പിണറായിയുടെ ടാലി ഇനി ഒരിക്കലും പിന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്തരം ബൂത്തുകളിൽ നിന്നുള്ള വോട്ടുകൾ ആണ് ഇനി എണ്ണേണ്ടത്. അങ്ങനെ 6ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ കേരളത്തിന്റെ ക്യാപ്റ്റൻ ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. 1,536 വോട്ടുകൾക്കാണ് ഇപ്പോൾ പിണറായി വിജയൻ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു പക്ഷേ 7ാം റൗണ്ട്, 8ാം റൗണ്ട്, 9ാം റൗണ്ട് അങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ആ ലീഡ് മാറും. പക്ഷേ അവിടെ പിണറായി വിജയന് നേടാൻ സാധിക്കുന്ന ഭൂരിപക്ഷം തീർച്ചയായും രാഷ്ട്രീയ കേരളം മാത്രമല്ല CPIM കേന്ദ്രങ്ങളും വലിയ തോതിൽ ചർച്ച ചെയ്യും എന്നതാണ് എടുത്തു പറയേണ്ടത്. 10 വർഷം അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ എത്ര ഭൂരിപക്ഷം നേടാൻ സാധിച്ചു എന്നത് തന്നെയായിരിക്കും വരും മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട ചർച്ചയായി മാറാൻ പോകുന്നത്. അങ്ങനെ ധർമ്മടത്ത് ആശ്വാസമാകുന്നു CPIM-ന് എങ്കിൽ തളിപ്പറമ്പിൽ ഇപ്പോഴും സാഹചര്യം വ്യത്യസ്തമാണ്. പയ്യന്നൂരിൽ സാഹചര്യം വ്യത്യസ്തമാണ്. ധർമ്മടത്തിന് മാത്രമാണ് ഇപ്പോൾ ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലൊരു അഭിലാഷ് വലിയ പരാജയത്തിലേക്ക്, അതായത് കണ്ണൂരിന്റെ കോട്ട കൊത്തളങ്ങൾ ഇളകുന്നു. കണ്ണൂരിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങൾ പോലും ലഭിക്കാതെ ആകുന്നു. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സംഭവിച്ചു. ഞാനൊക്കെ അവിടെ പോയി അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ചാണ്. ഒരു കാരണവശാലും അവിടെ തോൽക്കില്ല. കുഞ്ഞികൃഷ്ണൻ ഇറങ്ങിയാലും മഹസൂദിന് ഇറങ്ങിയാലും ആരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.